ശരീരഭാരം കുറയ്ക്കുകയും അങ്ങനെ കമ്പികൾക്കിടയിലൂടെ നൂഴ്ന്നിറങ്ങാനുള്ള ഒരു സാധ്യത കൂടി ഇയാൾ പരിശോധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചോറ് കഴിച്ചിരുന്നില്ല. മാസങ്ങളായി ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ടാണ് ഗോവിന്ദസ്വാമി ഇതിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിയത് തന്നെ. രണ്ട് വലിയ ഡ്രമ്മുകൾ വെച്ച് അതിന്റെ മുകളിൽ കയറുന്നു. ഈ വൈദ്യുതി ഇല്ലാത്ത ഇലക്ട്രിഫൈഡ് ഫെൻസിംഗ് കമ്പികൾക്ക് മുകളിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് ഉണങ്ങാനിട്ടിരുന്ന ജയിലിൽ ഉണങ്ങാണ്ടിരുന്ന തുണികളാണ് ഇതിനായി സംഘടിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നു. ഗുഡ് ഐഡിയ. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്. തുണികൾ ചേർത്ത് കെട്ടിയാണ് ഇയാൾ ആ ഫെൻസ് മറികടക്കുന്നത്. രാവിലെ തളാപ്പിലെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴും ഇതിന്റെ അകത്ത പൊത്തിലിരുന്ന് ശ്വാസം മുട്ടിയിട്ട് വയ്യ. അതിന്റെ കൂടെ ചൊറിച്ചിലും രാവിലെ മുതൽ ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല. രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ റാസ്കൽ? നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. തികച്ചും യാദൃശ്ചികം. ഒരു സുരക്ഷാ വീഴ്ചയില്ല. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ട് കാര്യമല്ല. ഗോവിന്ദസ്വാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ. അയ്യേ ചമ്മിപ്പോയി.